ഈ സീസണിൽ ഒരു പിടുത്തം തരാത്ത ടീമാണ് ബംഗളൂരു എഫ് സി. അവരുടെ ഉടമസ്ഥനായിട്ടുള്ള പാജിൻഡാലാണ് അവരുടെ മെയിൻ പരിശീലകനായിട്ട് സരഗോസയെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സരഗോസയും ഭയങ്കര കോൺഫിഡൻസിലാണ്. അവരുടെ സൈനിങ് ഒന്നും ഒരു പിടുത്തം തരാത്ത പാറ്റേൺ ആണ്. കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഏജ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെയാണ് അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നലെ സൈൻ ചെയ്ത താരങ്ങളുടെ എല്ലാം അല്ലെങ്കിൽ ഇന്നലെ അനൗൺസ്മെന്റ് നടത്തിയ താരങ്ങളുടെ ഏജും കരിയർ നോക്കിയാൽ തന്നെ അറിയാം. നല്ല ഏജ് ഉള്ളവരാണെങ്കിൽ പോലും കരിയറിൽ ഇമ്മൻസ് ഇമ്പാക്ട് ഉണ്ടാക്കിയവരാണ്. അപ്പം ഫ്യൂച്ചർ ഒന്നും അല്ല ബംഗളൂരു ഇപ്പോൾ നോക്കുന്നത്. എനി മീൻസ് കപ്പടിയാണ് ബംഗളൂരിന്റെ ലക്ഷ്യം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. അവരുടെ പരിശീലകനായിട്ടുള്ള സരഗോസോ ഇന്നലെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: വി ആർ ഓൾറെഡി ഓൾ ദ 5 ഫോറിനേഴ്സ്. നമുക്ക് ഇപ്പൊ തന്നെ 5 ഫോറിനേഴ്സ് ഉണ്ട്. വരാൻ പോകുന്ന ആഴ്ചയിൽ ഇനി ഒരാൾ കൂടി വരാനുണ്ട്. ഇനി ഇന്ത്യൻ താരങ്ങളും വരാനുണ്ട്. യു നെവർ നോ ദാറ്റ്സ് ദ പ്ലാൻ. നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന്. ഇത് സരഗോസ പറയുന്നതാണ്. പുള്ളി തന്നെ പറയുവാണ്, ഞങ്ങളെക്കുറിച്ച് എല്ലാവർക്കും ഭയങ്കര മിസ്റ്റീരിയസ് തോട്ടായിരിക്കണം, ഭയങ്കര നിഗൂഢമായിട്ടുള്ള സാധനങ്ങളായിരിക്കണം, ആർക്കും ഞങ്ങളെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് സരഗോസ് പറയുമ്പം വി ഹാവ് ടു ഫിയർ സംതിങ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ബംഗളൂരുവിനെ ഭയക്കണം, കുറച്ച് സ്കെയറി ആയിരിക്കണം ബംഗളൂരിനെ കുറിച്ച്. കാരണം കഴിഞ്ഞ സീസണിന്റെ അവസാനം പ്രാജിൻഡാൽ പറഞ്ഞത് ഞങ്ങൾ അടുത്ത സീസണിൽ പലതും ചെയ്യുമെന്നാണ്. പലതും ചെയ്യും എന്ന് പറഞ്ഞു. കാര്യമായിട്ട് സൈനികളൊന്നും നടക്കുന്നില്ല എന്ന് പ്രതീക്ഷിച്ചു. പിന്നെ ചറവറ സൈനികൾ വരുന്നുണ്ട്. 5 ഫോറിനേഴ്സ് കംപ്ലീറ്റ് ആയ ശേഷം സരഗോസോ എന്ന് പറയുന്നുണ്ട്, നമുക്ക് 5 ഫോറിനേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനി ഒരാൾ കൂടി വരാനുണ്ട്, ഇന്ത്യൻ പ്ലേയേഴ്സും വരാനുണ്ട്, ഞങ്ങളുടെ പദ്ധതികൾ എന്താണെന്ന് നിങ്ങൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സ്കെയറി.